ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായ RSSന് നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലേ? ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലേ? കർണാടക മന്ത്രി പ്രിയങ്ക് ഖാർഗെയുടെ വാക്കുകൾ രാജ്യവ്യാപകമായി ചർച്ചയാകുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? I am asking why they are not registered. Why can't they register? What law applies to me and to you and to any other institution in the country? Apar bhi lagu hona chahiye na, that's all. And if you are not able, convince me. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഒരു സൊസൈറ്റിയോ ചാരിറ്റബിൾ ട്രസ്റ്റോ ആയി കർണാടകയിലോ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലുമോ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അതിനാൽ സംഘടനയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകളോ ഔദ്യോഗിക സാമ്പത്തിക ഇടപാടുകളോ നടത്താൻ കഴിയില്ലെന്നുമാണ് പ്രിയങ്ക് ഖാർഗെ പറഞ്ഞത്. RSSന് നൽകിയിട്ടുള്ള ഭൂമി കൈമാറ്റങ്ങൾ, ഫണ്ടുകൾ എന്നിവ പരിശോധിക്കുമെന്നും സംഘടനയുടെ നിയമപരമായ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കണ്ടെത്താൻ ആഭ്യന്തര റവന്യൂ വകുപ്പുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും പ്രിയങ്ക് ഖാർഗെ. സാക്ഷാൽ മല്ലികാർജുൻ ഖാർഗെയുടെ മകനാണ് ഈ പ്രിയങ്ക് ഖാർഗെ. RSS പിറവിയെടുത്തതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞു എന്ന് വച്ചാൽ നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലാതെ സംഘടന രാജ്യത്ത് 100 തികച്ചു കഴിഞ്ഞു. RSS എന്ന തീവ്ര ഹിന്ദുത്വ സംഘടന നിലവിൽ രാജ്യത്ത് ഒരു നിയമവും അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒന്നല്ല എന്ന വസ്തുതയെ നിരന്തരമായി ചോദ്യം ചെയ്യാൻ ജൂനിയർ ഖാർഗെ ശ്രമിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഭരണഘടനാ വ്യവസ്ഥകളിൽ നിന്ന് RSS എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച രേഖകൾ കാണിക്കാൻ പ്രിയങ്ക് ഖാർഗെ RSS നേതാക്കളെ വെല്ലുവിളിച്ചിരിക്കാൻ. പ്രിയങ്ക് ഖാർഗെയുടെ ചോദ്യത്തിലുള്ള മറുപടിയായി RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞത് അതൊരു കൂട്ടം വ്യക്തികളുടെ സംഘടനയാണ് എന്നാണ്. ഞങ്ങൾ ഒരു അംഗീകൃത സംഘടനയാണ്. ആദായ നികുതി വകുപ്പ് ഞങ്ങളോട് ആദായ നികുതി അടക്കാൻ ആവശ്യപ്പെട്ടു. കേസുമുണ്ടായിരുന്നു. കോടതി പറഞ്ഞു ഇത് വ്യക്തികളുടെ ഒരു സംഘടനയാണ് എന്ന്. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഗുരുദക്ഷിണ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു സർസംഘചാലകന്റെ മറുപടി. ഇതിന് പ്രിയങ്ക് ഖാർഗെ ഒന്നൊന്നര മറു ചോദ്യം ചോദിക്കുന്നുണ്ട്. Every street vendor is registered. Every temple has to give accounts. Every donation is accounted for. Why RSS is not accounted for? ഒരു തെരുവ് കച്ചവടക്കാരൻ പോലും ഈ രാജ്യത്തെ നിയമപ്രകാരം രജിസ്റ്റർ നടപടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ക്ഷേത്രങ്ങളിൽ സ്വീകരിക്കുന്ന ഓരോ സംഭാവനയ്ക്കും കണക്ക് നൽകേണ്ടതും പൗരന്മാർ നികുതി റിട്ടേണുകൾ സമർപ്പിക്കേണ്ടതുമായ ഒരു രാജ്യത്ത് RSSനെ എങ്ങനെ ഒഴിവാക്കുമെന്നാണ് ആ ചോദ്യം. ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റ ശേഷം തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിട്ട ഒരു ട്വീറ്റിൽ പ്രിയങ്ക് ഖാർഗെ RSSനോട് നിങ്ങളുടെ രേഖകൾ തയ്യാറാക്കി വെക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഈ വിഷയത്തിൽ പ്രിയങ്ക് ഖാർഗെക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് ഒരു സുപ്രധാന ചോദ്യമാണ്. RSS പ്രവർത്തിക്കുന്നത് BJPയിലൂടെ മാത്രമല്ലെന്നും രാജ്യത്തെ നിരവധി പാർട്ടികളിലൂടെയാണെന്നും അറിയാവുന്നതുകൊണ്ട് RSSനെതിരായ ഏതെങ്കിലും ഉറച്ച നടപടിക്ക് പ്രിയങ്ക് ഖാർഗെ മുതിർന്നാൽ തന്നെയും ആദ്യം ഉടക്ക് വരുന്നത് എവിടെ നിന്നാണെന്ന് പറയാൻ കഴിയില്ല. അതെന്തായാലും RSSന്റെ നിയമപരമായ അസ്തിത്വത്തെക്കുറിച്ചും രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറല്ലാത്ത ദേശവിരുദ്ധ സ്വഭാവത്തെക്കുറിച്ചും നിരന്തരം ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രിയങ്ക് ഖാർഗെ തുടക്കമിട്ട് കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും വലിയ സംഘടനയായ RSSന് നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലേ എന്ന ചോദ്യം ഇവിടെ പച്ച പിടിച്ചു നിൽക്കുമെന്ന് ഉറപ്പ്.